ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്പെഷ്യൽ ആൻഡ് ഫാസ്റ്റ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് അടുക്കള ജോലി ഈസിയാക്കാനുള്ള 2-3 ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാവർക്കും ഉപകാരപ്പെടും. ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണണം. നമ്മൾ കടയിൽ പോയി തേങ്ങ വാങ്ങുന്ന സമയത്ത് തേങ്ങ നോക്കി വാങ്ങിക്കണം. അധികം ആൾക്കാർക്കും അതറിയായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് പറയുന്നത്. തേങ്ങ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ തേങ്ങയുടെ ഈ 3 കണ്ണുള്ള ഭാഗം നോക്കി വാങ്ങിക്കണം. ഇതുപോലെ കറുപ്പ് കളറെല്ലാം വന്ന് അത് നമ്മൾ കൈ കൊണ്ടൊന്ന് അമർക്കുന്ന സമയത്ത് അമർന്നു പോകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള തേങ്ങ എടുക്കണ്ട. ആ കറുപ്പ് വന്ന തേങ്ങയും എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കുറച്ച് കൂടുതൽ വെയിറ്റുള്ള തേങ്ങ, അധികം വെയിറ്റുള്ള തേങ്ങ എടുക്കണ്ട. അത് വിളയാത്ത തേങ്ങയായിരിക്കും. അത് വീട്ടിൽ വന്ന് ചരിക്കുന്ന സമയത്ത് ഇങ്ങനെ അടർന്ന് കിട്ടും. അതുകൊണ്ട് അങ്ങനെയുള്ള തേങ്ങ എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കൂടുതൽ വെയിറ്റുള്ള തേങ്ങയും എടുക്കണ്ട, കൂടുതൽ വെയിറ്റില്ലാത്ത തേങ്ങയും എടുക്കണ്ട. അതിൻ്റെ ഇടയിലുള്ള തേങ്ങയാണ് നല്ല തേങ്ങ. ഇതുപോലെയുള്ള തേങ്ങയാണ് എടുക്കേണ്ടത്. തേങ്ങ പൊട്ടിക്കുന്ന വെള്ളം ഒരു പാത്രത്തിലെടുത്ത് വെക്കുന്നുണ്ട്. ഈ വെള്ളത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് മാറ്റി വെച്ചാൽ വെള്ളയപ്പത്തിന് അരി ഇറക്കുന്ന സമയത്ത് അതിൽ ചേർത്ത് അരച്ചാൽ വെള്ളയപ്പം നല്ല സോഫ്റ്റും രുചിയും ഉണ്ടാവും. തേങ്ങ പൊട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് തേങ്ങയുടെ വെള്ള ഭാഗം, മുകളിലുള്ള വെള്ള കളറ് ആദ്യം ചിരകിയെടുക്കുക. അടിയിലുള്ള ഭാഗം വേറെ ഒരു പ്ലേറ്റിലേക്ക് ചിരകിയെടുക്കുക. മുകളിലുള്ള ഭാഗം ചിരകിയെടുത്തിട്ടുണ്ടെങ്കിൽ അടിയിലുള്ള ഭാഗം ചിരകിയെടുക്കുന്നുണ്ട്. 2 തേങ്ങയും ചിരകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ള കളറുള്ള തേങ്ങ ഒരു ടിഫിൻ ബോക്സിൽ എടുത്ത് വെച്ച്, ചെറിയ ടിഫിൻ ബോക്സിലാണ് എടുക്കുന്നത്. 1-2 ചെറിയ ടിഫിൻ ബോക്സിലായിട്ട് ഇട്ട് ഇതുപോലെ ഇട്ട് വെച്ചാൽ മതി. ഇങ്ങനെ കുത്തി അമർക്കണ്ട. ഇതുപോലെ ഇട്ട് അടച്ച് വെച്ചാൽ, അടച്ച് ഫ്രീസറിൽ വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് കുറച്ച് അതിൽ നിന്ന് കോരിയെടുക്കാൻ പറ്റും. അങ്ങനെ 1-2 പാത്രത്തിൽ ഇത് നിറച്ച് വെക്കുന്നുണ്ട്. ബാക്കി തേങ്ങ മിക്സി ജാറിലിട്ടിട്ട് നല്ലപോലെ അരച്ചിട്ട് എടുക്കുക. ബ്രൗൺ കളർ തേങ്ങയിൽ കുറച്ച് വലിയ കഷ്ണങ്ങളെല്ലാം ഉണ്ട് ചിരകുന്ന സമയത്ത് വീണത്. അതുകൊണ്ട് അത് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ എല്ലാം ഒരുപോലെ ആയി കിട്ടും. തേങ്ങ മുഴുവൻ ഒരേ പാകത്തിലായിട്ട് കിട്ടും. ഇത് പൊടിച്ച് അവിടെ വെച്ച് ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആ ഉരുളി ഒന്ന് ചൂടായി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒരു സവാള നീളത്തിൽ അരിഞ്ഞതും ചേർത്ത്, വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കണ്ട. ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം മൂക്കാൻ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു കഷ്ണം ഇഞ്ചി, ഒരു 10-15 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളിയാണ് ചേർത്തത്. വലുതാണെങ്കിൽ ഇത്ര ചേർക്കണ്ട. വെളുത്തുള്ളിയും ചേർത്ത് ഇത് കളറൊന്ന് മാറി വരുന്നവരെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1 പിടി കറിവേപ്പില തണ്ടോട് കൂടി മുറിച്ചിടുന്നുണ്ട്. തണ്ടും കൂടെ ഇതിലേക്ക് ചേർത്താൽ കറിവേപ്പിലയുടെ മണവും രുചിയും കൂടുതലുണ്ടാവും. കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയും ചേർത്ത് ഇത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത്, 1 ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ജീരകമൊന്നും ചേർക്കുന്നില്ല. തീയൽ, സാമ്പാർ, മസാലക്കറിയൊക്കെ വെക്കാൻ ഈ തേങ്ങ എടുക്കുക. ഇങ്ങനെ അരച്ച് വെച്ചാൽ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചതിന് ശേഷം ഇതിലേക്ക് മിക്സിയിലടിച്ച തേങ്ങ ചേർത്ത് 2-3 പ്രാവശ്യം ഇതുപോലെ മിക്സിയിലടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മിക്സിയിൽ ഇട്ടത് കൊണ്ട് തന്നെ തേങ്ങയെല്ലാം ഒരേപോലെയായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് 2-3 മിനിറ്റ് ഇളക്കി കൊടുത്താൽ ഇതിലുള്ള വെള്ളം പെട്ടെന്ന് ആറിക്കിട്ടും. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, ഇതില്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവും. തേങ്ങയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ചെറിയ തരിയായി പൊടിച്ചെടുത്തുകൊണ്ട് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റി.
ഇങ്ങനെ വറുത്ത് വെച്ചാൽ നമുക്ക് എല്ലാ കറികളും ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് കറികൾ റെഡിയാവും. തേങ്ങ മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 ടീസ്പൂൺ പിരിയമുളക് പൊടി ചേർത്ത് 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇതൊന്ന് മൂത്ത് വരണം. നല്ല ചൂടുള്ളത് കൊണ്ട് പെട്ടെന്ന് മൂത്ത് വരും. ഈ പാത്രം നല്ല ചൂടാവുന്ന പാത്രമാണ്. ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് മൂത്ത് വരും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും വറുത്ത് വെച്ച സവാളയും ഇട്ട് തീ ഓഫ് ചെയ്യണം. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ഇതല്ലെങ്കിൽ ഇതിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. വേറെ പാത്രത്തിലേക്ക് മാറ്റി തണുത്ത ശേഷം മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. മസാലക്കറിയെല്ലാം ചേർക്കുന്ന സമയത്ത് അതിൽ ഗരം മസാലയും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഈ കൂട്ടിലേക്ക് തന്നെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ എല്ലാ കറികളിലേക്കും ഇത് ചേർക്കാൻ പറ്റും. ഇനി പച്ചത്തേങ്ങ മിക്സി ജാറിലിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് രണ്ടാമതും ഒരു പ്രാവശ്യം കൂടെ അരച്ചെടുക്കുന്നുണ്ട്. പച്ചത്തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഈ പച്ചത്തേങ്ങ അരച്ചതും ചിരകിയതും എല്ലാം ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഫ്രീസറിൽ വെച്ചിട്ട് ഇനി ചിരവില്ലാത്തവർക്കും തേങ്ങ ചിരകാൻ അറിയാത്തവർക്കും ഇതുപോലെ തേങ്ങ മുറിച്ചെടുത്ത് മിക്സി ജാറിലിട്ട് അടിച്ചെടുത്താൽ മതി. നല്ല ഫ്രഷായിട്ടുള്ള തേങ്ങ തന്നെ കിട്ടും. നല്ല വെള്ള കളർ തേങ്ങ വേണ്ടവർക്ക് ഇതിൻ്റെ പുറത്തെ തൊലി ചെത്തിക്കളഞ്ഞ് മിക്സി ജാറിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി. തേങ്ങയെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാം ഒരു പാത്രത്തിലാക്കിയിട്ട്. വറുത്ത് വെച്ച തേങ്ങ മിക്സി ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്ത് ഇതുപോലെ ഇളക്കി കൊടുത്ത് വീണ്ടും അരച്ചെടുത്താൽ മതി. ഒരു 4 പ്രാവശ്യം ഇതുപോലെ ഇളക്കി കൊടുത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. തേങ്ങ നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ അരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. 1-2 സ്പൂൺ. വളരെ എളുപ്പത്തിൽ ഇങ്ങനെയുള്ള പണികൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുക്കള ജോലി എളുപ്പമാവും. ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് പാത്രത്തിലാക്കി ഫ്രീസറിൽ വെക്കണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെച്ച് നമ്മൾ ആവശ്യത്തിനനുസരിച്ചിട്ട് തേങ്ങയിൽ നിന്ന് എടുക്കാം. എല്ലാവർക്കും ഉപകാരമുള്ള ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം. താങ്ക് യു.